ഒരു ലാൻഡഡ് കോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഇൻവെൻട്രി ആപ്പ് ഉണ്ടായിരിക്കണം, പർച്ചേസ് ആപ്പ് ഉണ്ടായിരിക്കണം, പിന്നെ അക്കൗണ്ടിങ് ആപ്പ് ഉണ്ടായിരിക്കണം. ഈ 3 ആപ്പ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നീട് ഇൻവെൻട്രി ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയി, കോൺഫിഗറേഷൻ സെറ്റിങ്സിൽ പോയി വാല്യുവേഷൻ ലാൻഡഡ് കോസ്റ്റ് എനേബിൾ ചെയ്യണം. പിന്നീട് സേവ് ചെയ്യുക. പിന്നീട് ഇൻവെൻറ്ററിയിൽ പോയിട്ട് കോൺഫിഗറേഷനിൽ പ്രൊഡക്റ്റ് കാറ്റഗറീസ് പോവാം. ഇവിടെ ഞാൻ ഓൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓൾ മൊത്തം പ്രൊഡക്റ്റിന് ഒരേ കാറ്റഗറി കോസ്റ്റ് മെത്തേഡ് എടുക്കുന്നു. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ല, ബാക്കി രണ്ടിലേതും ഒന്നായിരിക്കും. പിന്നെ ഇൻവെൻറ്ററി വാല്യുവേഷൻ മെത്തേഡ് ഓട്ടോമേറ്റഡ് ആയിരിക്കണം, മാനുവൽ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ സ്റ്റോക്ക് ഇൻപുട്ട് അക്കൗണ്ടും സ്റ്റോക്ക് ഔട്ട്പുട്ട് അക്കൗണ്ടും ചോദിക്കും, അത് സെറ്റ് ചെയ്തെടുക്കും. ഇൻവെൻറ്ററി വാല്യുവേഷൻ മെത്തേഡിൽ ഞാൻ ഇൻവെൻറ്ററി എന്ന് പറയുന്ന ലെഡ്ജറിനെ സെലക്ട് ചെയ്യുന്നു. സ്റ്റോക്ക് ഇൻപുട്ടിനും സ്റ്റോക്ക് ഔട്ട്പുട്ടിനും അതാത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലാൻഡഡ് കോസ്റ്റിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ, ഇത്രയും സെറ്റിങ്സ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നീട് ഒരു പുതിയ കമ്പനി ഇൻസ്റ്റലേഷൻ ചെയ്ത പാടാണെങ്കിൽ അഡ്രസ്സ് കോൺഫിഗർ ചെയ്ത് കൃത്യമായിട്ടിരിക്കണം. അതിൻ്റെ കൺട്രി സ്റ്റേറ്റും കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ കോസ്റ്റിംഗ് അനുവദിക്കുള്ളൂ. ഞാനിവിടെ ഒരു സാമ്പിൾ അക്കൗണ്ടിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റാബേസിൽ ഞാൻ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതും കൂടെ സെറ്റ് ചെയ്തു. ഇത്രയും സെറ്റിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ലാൻഡഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ഓഡോയിൽ വർക്ക് ചെയ്യുള്ളൂ. അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്.